എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. ഇപ്പം ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ. എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചോദിച്ചു, പേഴ്സണലായിട്ട് എല്ലാവരും ചോദിച്ചു. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇത്രയും പേരുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ആക്റ്റീവായിട്ട് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാ അല്ലാഹ് ആക്റ്റീവായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് മല്ലിക സുകുമാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇന്ദ്രജിത്തിൻ്റെയും പൂർണ്ണിമയുടെയും മോളായ പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ഇന്ദ്രജിത്ത്. അപ്പോൾ ആ മോളുടെ വസ്ത്രധാരണയെക്കുറിച്ചിട്ട് ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മല്ലികാ വസന്തം എന്നൊരു പ്രോഗ്രാമിൽ കൗമുദി TV-യിൽ മല്ലികാ വസന്തം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് മല്ലികയുടെ ജീവിതാനുഭവത്തിനെ കുറിച്ച് ചോദിക്കുന്ന ആ ഒരു പ്രോഗ്രാമിൽ പ്രേക്ഷകർ ചോദിച്ച അഭിപ്രായത്തിന് കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വസ്ത്രധാരണ എന്താണ്, ഇങ്ങനെ ഒരു മുത്തശ്ശി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനില്ലേ? വളരെ മോശമായിട്ടുള്ളൊരു വസ്ത്രധാരണയാണ് പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ശരിയാണ്, പൂർണ്ണിമയുടെ ആണെങ്കിലും അതുപോലെ തന്നെ പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ ആണെങ്കിലും വസ്ത്രധാരണം ഭയങ്കര മോശമാണ്. ശരിയാണ്, ഇന്ന വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. എങ്കിൽ കൂടി കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നതായിരിക്കും സമൂഹത്തിൽ നടക്കുന്ന അവർക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് മല്ലിക സുകുമാരൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കല്യാണം കഴിഞ്ഞ് ആ കൊട്ടിക്ക് 16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാനാ? അത് ശരിയാണ്, സ്വന്തം അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല. അപ്പോൾ മോള് ഇന്ന രീതിയിൽ നടക്കണമെന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കാണല്ലോ ആ ഒരു ഇത് വരേണ്ടത്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല എങ്കിൽ എനിക്കെന്താണ് പ്രശ്നം എന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ നമ്മളുടെ മക്കൾ സമൂഹത്തിൽ ഇന്ന ഡ്രസ്സ് ധരിച്ച് നടക്കണം. ഇപ്പോൾ നമ്മളൊരു മക്കൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടാവും, എന്താ പറയുക, ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒരു വസ്ത്രധാരണമാകുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മനസ്സിലേക്ക് ഇതുണ്ട്. മാതാപിതാക്കൾക്കാണ് ആദ്യം അതുണ്ടാവും. അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകരായ നമുക്ക് ഒന്നും പറയാൻ അവിടെ ഒരു ഇതില്ല. അതുപോലെ തന്നെ ആ മല്ലിക സുകുമാരനും പറയാൻ യാതൊരു റോളും ഇല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് ശരിയാണ്, ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇന്നത് ധരിക്കണം എന്നുള്ളതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. എങ്കിലും കുറച്ചുകൂടെ വസ്ത്രധാരണമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ കാണിച്ചു കൂട്ടുന്നത് നല്ലതല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എനിക്കും 2 പെൺമക്കളാണ്. അപ്പം ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള ഡ്രസ്സ്, എന്തെല്ലാം മോഡേൺ ഡ്രസ്സുകളുണ്ട്, ഒക്കെ ഓക്കെ, ശരിയാണ്, പ്രശ്നമില്ല. പക്ഷെ ഭയങ്കര മോഡേൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും. അപ്പോൾ അതാണ് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. അല്ലേ, പൂർണ്ണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ. പുറത്തേക്ക് പൂർണ്ണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലണ്ടൻ, എന്താ പറയുക, ഗൾഫിൽ, അമേരിക്കയിൽ. അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ തന്നെ പൂർണ്ണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. കുട്ടിയല്ലേ, ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടതിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ, ലണ്ടനിലൊക്കെ പഠിച്ചു, അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത, ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനമൊക്കെ. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും, ഇടും, അത് വരും. അപ്പോൾ അത് അവിടെ ഇട്ടു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ സാരി ഇടുന്നതുകൊണ്ട് പ്രാർത്ഥനയെല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അത് ശരിയാണ്. ഇപ്പോൾ എന്താ പറയുക, അമ്പലത്തിൽ പോകുമ്പോൾ സാരി ഉടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പാർട്ടിക്കും കാര്യത്തിനൊക്കെ പോകുമ്പോൾ സാരി ഉടുക്കണമെന്നൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതൊക്കെ. എന്താ പറയുക, പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ ഡ്രസ്സാണ്. അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്,
എന്താ പറയുക, എന്താണ്, അവള് ലണ്ടനിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ലണ്ടനിലൊന്നും ഏത് വസ്ത്രം ധരിച്ചാലും അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ അവർക്ക് അത് പ്രശ്നവുമില്ല. അപ്പോൾ അവിടെ ധരിക്കുന്ന വസ്ത്രം തന്നെ ഇവിടെ വന്നിട്ട് ധരിച്ചു എന്നാണ് പറയുന്നത്. അതിപ്പോൾ കുറച്ച് മോഡലായി കുറച്ച് അവിടെ ഇവിടെയൊക്കെ കയറിയതായിരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് മല്ലിക സുകുമാരനും ചോദിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് ന്യൂജൻ ആണ്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തുള്ള മക്കളുടെ അടുത്ത് നമ്മൾ ഇന്നത് ഡ്രസ്സ് ധരിക്കരുത് ഇന്നത് ധരിക്കരുതെന്നും പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്താ ചോദിച്ചാൽ അവരുടേതായിട്ടുള്ള ലോകമാണ്. അതുപോലെ നമ്മളൊന്നും വളർന്ന ആ ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ള മക്കളുടെ ചിന്താഗതിയും അതുപോലെ തന്നെ വസ്ത്രധാരണവും. അവർക്ക് എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ട എന്നുള്ളത് അവരുടെ ചോയ്സാണ്. നമ്മളിപ്പോൾ ഇന്നത് ധരിക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവർ എന്താണോ ധരിക്കേണ്ടത് അവരത് ധരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് എന്താ പേഴ്സണലി പെൺമക്കളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ വസ്ത്രധാരണം കണ്ടപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമുക്കും അതിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്കും പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കാണിച്ചത് ബാംഗ്ലൂരിൽ നിന്നിട്ടുള്ളൊരു ഇതാണ്. അതിപ്പോൾ അത് അവരുടെ ഇഷ്ടം. അതുപോലെ തന്നെ മറ്റുള്ള ഫോട്ടോയിലാണെങ്കിലും നോക്കുവാണെങ്കിൽ അതിലും നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പബ്ലിക്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇതാണ് പ്രേക്ഷകരും ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണ് അവർ എന്താ പറയുക, പ്രാർത്ഥന നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളും ധരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മല്ലിക സുകുമാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാമെന്ന് കേട്ട് നോക്കൂ. ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ. എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല, എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. ഇപ്പം ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ, അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ തയ്ച്ച്, ശരിയാണ്. പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ, ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലൂസ് പൈജാമയും ഷർട്ടും ഇട്ട് നടക്കുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. അപ്പം ഞാനങ്ങനെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നു. ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല പോയിട്ടുമില്ല. അമ്മ എന്ത് വേണം അത് അവർ നോക്കട്ടെ. എന്തെങ്കിലും ഒരു കുറച്ച് അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും, അവർ പറയും. ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ്, എങ്ങനെയുള്ള സദസ്സാണ്, എന്ത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പലരും ഡ്രസ്സ് ചെയ്യൽ. ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹാഫ് സാരി, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത്. പച്ചപ്പാവാട, വെള്ള ബ്ലൗസ്, വെള്ള ഹാഫ് സാരി. ഈ ഹാഫ് സാരി ഇപ്പോൾ കാണാറുണ്ടോ? എന്താ ആരും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത്? തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ അതിന് പകരമാണ് ഇപ്പോൾ ഈ ചുരിദാർ വന്നിരിക്കുന്നത്. പക്ഷേ അത് കുറേ കൂടെ നല്ല ഡ്രസ്സാണ്, ഫുള്ളി കവേർഡാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നുമില്ല. ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി, പിന്നെ അത് കഴിഞ്ഞാൽ സാരി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഡ്രസ്സുകളില്ല. അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും, പക്ഷേ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല, ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും. അത് ഇപ്പോൾ 17 വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല, 47 വയസ്സായ തടിച്ചുകൾക്കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക. പിള്ളേർ എന്തായാലും മല്ലിക സുകുമാരൻ പറഞ്ഞ ആ ഒരു വാക്കിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് 45 വയസ്സായ തടിച്ചുകൾക്ക് ഇടാം, പിന്നെ 17 വയസ്സായ കുട്ടികൾക്കാണോ ഉള്ളതെന്ന്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവരെ പോയി ഉപദേശിക്കുക, എന്നിട്ട് ഈ ചെറിയ പിള്ളേരെ ഉപദേശിക്കാം. അപ്പോൾ അതെന്തോ എനിക്കെന്തോ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതുപോലെ തോന്നി. അതുപോലെ തന്നെ വസ്ത്രധാരണം അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ആർക്കും ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്ന ഡ്രസ്സേ ധരിക്കാവൂ. ഇപ്പോൾ മക്കൾക്ക് അത് കംഫർട്ടബിൾ ആണ്, അതുപോലെ പേരൻസിനും അത് കംഫർട്ടബിൾ ആണെങ്കിൽ അതിന് ഈ പറയുന്നത് നമ്മൾ ആരും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്കത് തോന്നും, ശരിയാണ്, നമ്മൾക്ക് എന്തോ ഇറിറ്റേഷൻ പോലെ തോന്നും. ഭയങ്കര വൾഗറായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് ഇറിറ്റേഷൻ തോന്നി. എനിക്കും ഞാൻ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എന്തായാലും ഓപ്പണായിട്ട് പറയണല്ലോ, എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവനവൻ്റെ സ്വാതന്ത്ര്യം, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എന്താണെന്നുള്ളതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ വസ്ത്രധാരണയെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യുന്നതിലോട് എനിക്ക് ഇതില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ലണ്ടനിലും കാര്യത്തിലൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ടൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്താണ് നിങ്ങളുടെ ചിന്താഗതിയാണ് അങ്ങനെയൊക്കെയാണ്, പിന്നെ
ഇളയ മരുമോളും മോളും പിന്നെയും കുഴപ്പമില്ല, ഇവർക്കാണ് ഇങ്ങനെയെന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. ഇളയ മരുമോൾ എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ വൈഫിനെ ആയിരിക്കാം പറയുന്നത്. അപ്പോൾ എന്തായാലും ഓരോരുത്തർക്കും ഓരോരോ സ്വാതന്ത്ര്യം, അതിലൊന്നും കയറി ആരും ഇടപെടാതിരിക്കും. ഒന്നാമത്തത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഫാഷനായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമ്മളൊന്നും വളർന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളേ അല്ല ഇപ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ കൂടുതലൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.